ഈശോയുടെ മനസ്സിൽ ഒരഗ്നിത്തുണ്ട് വീണു. ജീപ്പ് കുതിച്ചു പായുകയാണ്. സംഭവത്തിന്റെ ഭീകരാവസ്ഥ അവനെ നടുക്കി. കാലുകൾ ചിറകുകളാക്കി അവൻ ജീപ്പിന് പിന്നാലെ ഓടി. ജീപ്പ് നിർത്തടാ, നിർത്താൻ! അവന്റെ ആ ഗർജനം പ്രകൃതി പോലും ഏറ്റുപിടിച്ചതുപോലെ തോന്നി. പക്ഷേ ജീപ്പ് നിന്നില്ല. വജ്രയുടെ നിലവിളി നേർത്ത് നേർത്ത് വന്നു. മുന്നിലെ തിരിവിൽ ജീപ്പിന് പിന്നിലെ ചുവന്ന വെളിച്ചം മറഞ്ഞു. ഈശോയുടെ കാൽ കുഴഞ്ഞു തുടങ്ങിയിരുന്നു. ജീപ്പ് പോയെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ വജ്ര തന്നെ വിശ്വസിച്ച് തന്റെ ഒപ്പം ഇറങ്ങി വന്നവളാണ് അവൾ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരം പറയേണ്ടത് താൻ മാത്രമായിരിക്കും. വിളറി നിൽക്കുന്ന ഒരു വിളക്കുകാലിന് കീഴെ തലയിൽ വെച്ച് സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ അവൻ കുത്തിയിരുന്നു. റോഡ് തീർത്തും വിജനമാണ്. ഒരു വാഹനമെങ്കിലും വന്നിരുന്നെങ്കിൽ. ഈശ്വർ എണീറ്റു. ജീപ്പ് പോയ വഴിയെ കാലുകൾ നീട്ടിവെച്ച് നടന്നു. ആരായിരിക്കും ഇത് ചെയ്തത്? ദേവദാസ് സാറിന് ഇങ്ങനൊരു കളി നടത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ആരെയും അമിതമായി വിശ്വസിച്ചുകൂടെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. പൊടുന്നനെ മറ്റൊരു ചിന്ത അവനെ ഞെട്ടിച്ചു. വസുന്ധരയുടെ കൊലയാളികൾ. പലവട്ടം വജ്രയെയും വധിക്കാൻ ശ്രമിച്ചതാണ് അവർ. എന്നാൽ ഈ നേരത്ത് താൻ ഇവിടെ വരുമെന്നും അവളെ കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റുമെന്നും ആർക്കും അറിയില്ലല്ലോ. ഈശ്വര 10 മിനിറ്റോളം നടന്നു കാണും. പിന്നിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചം ശരീരത്തിൽ തട്ടിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അതൊരു കാറാണെന്ന് തോന്നി. എന്തായാലും അത് അടുത്ത് വന്നപ്പോൾ അവൻ റോഡിന് നടുവിൽ കയറി നിന്ന് നിർത്തുവാൻ ആംഗ്യം കാട്ടി. ഡ്രൈവർ ബ്രേക്ക് അമർത്തി. അത് കാർ തന്നെയായിരുന്നു. ഈശ്വർ ഡ്രൈവറുടെ അരികിൽ ഓടിയെത്തി. മറ്റൊരു വാഹനം കിട്ടുന്ന സ്ഥലം വരെ എന്നെ കൂടി കൊണ്ടുപോകണം. എന്റെ ജീപ്പ് ഇത്തിരി മുമ്പ് ആരോ തട്ടിക്കൊണ്ടുപോയി. പ്ലീസ്. കാറിൽ 4-5 പേരുണ്ടായിരുന്നു. ഡ്രൈവർ അവരെ നോക്കി. അയാളെ കൂടി കയറ്റ്, ആരോ പറയുന്നത് കേട്ടു. അപ്പോഴേക്കും മുന്നിൽ ഇടതുഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടു. ഈശ്വർ കയറി. കാർ നീങ്ങി. പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കാർ നിർത്തിച്ച് അവൻ ഇറങ്ങി. കാറിൽ വന്നവർക്ക് നന്ദി പറഞ്ഞു. തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് അവൻ നടന്നു. ഒരു പരിചയക്കാരന്റെ വീടാണത്. ഗേറ്റ് പൂട്ടിയിരുന്നില്ല. ഓടാമ്പൽ നീക്കി അത് തുറന്ന് അവൻ അകത്തെത്തി. ആ വീട്ടിൽ ഒരു യമഹ ബൈക്കുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഈശ്വർ ചെന്ന് ബെൽ സ്വിച്ച് അമർത്തി. വാതിൽ തുറന്ന പരിചയക്കാരനോട് തന്റെ ജീപ്പിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് ബൈക്ക് ആവശ്യപ്പെട്ടു. രാവിലെ തിരിച്ചെത്തിക്കണമെന്ന വ്യവസ്ഥയിൽ അയാൾ ബൈക്കിന്റെ താക്കോൽ കൊടുത്തു. ഈശ്വർ ബൈക്കിൽ കയറി. ഗേറ്റ് കടന്നതും ചിറക് മുളച്ചതുമാതിരി ബൈക്ക് പറന്നു. എവിടേക്കാണ് പോകേണ്ടത്? യാതൊരു രൂപവുമില്ല. എങ്കിലും രാത്രിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. തൊട്ടടുത്ത് ഒരു STD ബൂത്ത് ഉണ്ടായിരുന്നു. ദേവദാസിനെ വിളിച്ച് കാര്യം പറയണമെന്ന് ചിന്തിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു. ബൈക്ക് 10 മീറ്ററോളം നീങ്ങിയതേ ഉള്ളൂ. എന്നാൽ പൊടുന്നനെ അവൻ തിരികെ വന്ന് ബൂത്തിനരികിൽ നിർത്തി. ദേവദാസ് സാർ വീട്ടിലുണ്ടോ എന്ന് അറിയണമല്ലോ. ഒരു പരീക്ഷണം. അവൻ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് ബെൽ മുഴങ്ങി. എന്നാൽ ആരും റിസീവർ എടുത്തില്ല. ദേവദാസിന്റെ ഭാര്യ സ്ഥലത്തില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അയാളോ നകുലനോ ഫോൺ എടുക്കേണ്ടതാണ്. എന്നാൽ അതുണ്ടായില്ല. അപ്പോ ഈശ്വർ തിരികെ വന്ന് ബൈക്കിൽ കയറി. ഇനി ആദ്യം തേടേണ്ടത് ദേവദാസിന്റെ ഒളി സങ്കേതങ്ങളാണെന്ന് അവൻ മനസ്സിൽ കുറിച്ചു. എസ്റ്റേറ്റിലെ ഔട്ട് ഹൗസിൽ പോയിട്ട് കാര്യമില്ല. താൻ തിരഞ്ഞു അവിടേക്കാവുമെന്ന് അവർക്കറിയാം. ദേവദാസ് സർ ബുദ്ധിമാനാണ്. ആക്സിലേറ്റർ പരമാവധി തിരിഞ്ഞു. വളവുകൾ ചരിഞ്ഞാണ് വണ്ടി തിരിഞ്ഞത്. ഒരു അഭ്യാസിയെ പോലെയായിരുന്നു അവന്റെ യാത്ര. ദേവദാസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പോകുന്ന ഒരു സ്ഥലമുണ്ട്. നദിക്കക്കരെ വനത്തോട് ചേർന്നാണിത്. അവിടെ അയാൾക്ക് ചെറിയൊരു ഏലത്തോട്ടമുണ്ട്. യമഹ വെട്ടുവഴിയിലേക്ക് തിരിഞ്ഞു. നദിക്ക് കുറുകെയുള്ള ചെറിയ പാലം കടന്ന് 2 മിനിറ്റോളം ഓടിയപ്പോഴേക്കും ആരും അത്ര പെട്ടെന്ന് കാണാത്തൊരു ഭാഗത്ത് അവൻ ബൈക്ക് നിർത്തി. ഹെഡ്ലൈറ്റ് അണയ്ക്കും മുമ്പ് റോഡ് ശ്രദ്ധിക്കാനും മറന്നില്ല. മൺപൊടിയിൽ അമർന്നിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ടയർപാടുകൾ കണ്ടു. തന്റെ പ്രതീക്ഷ തെറ്റിയില്ല എന്ന വിശ്വാസത്തോടെ ഇരുളിനെ മറയാക്കി അവൻ മുന്നോട്ട് നീങ്ങി. അത്യാവശ്യത്തിന് 1-2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കെട്ടിടമാണ് അവിടെ ഉള്ളത്. അതിനോട് ചേർന്ന് വളപ്പുരയുമുണ്ട്. കെട്ടിടത്തിനടുത്തെത്താറായപ്പോൾ അവൻ ഏലച്ചെടികൾക്കിടയിലേക്ക് ഇറങ്ങി. ശബ്ദം കേൾപ്പിക്കാതെ മുറ്റത്തിനരികിലെത്തി. അവിടെ 2 ജീപ്പുകൾ കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് തന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റേത് ദേവദാസ് സാറിൻ്റെതാണ്. ഈശ്വരന്റെ അണപ്പലുകൾ ഞെരിഞ്ഞമർന്നു. കെട്ടിടത്തിനുള്ളിൽ മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ എരിയുന്നുണ്ട്. അല്പനേരം കാത്തിരിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നി. മുറ്റത്തിന്റെ മൂലയിൽ കുറെ വിറക് കമ്പുകളും കരിയിലകളും എരിഞ്ഞമർന്നു കിടപ്പുണ്ട്. അതിനു നടുവിൽ ഇപ്പോഴും തീക്കനലുകളുടെ തിളക്കം. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ചിലർ മുറ്റത്തേക്ക് വന്നു. അക്കൂട്ടത്തിൽ ദേവദാസും നകുലനും വേറെ ചിലരും ഉണ്ടായിരുന്നു.
ജീപ്പിൽ കയറും മുമ്പ് ദേവദാസ് ആരോടോ പറയുന്നത് കേട്ടു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ശരിയാവില്ല. ഈശ്വർ വീട്ടിൽ തിരക്കി വരുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടാവണം. നകുലന്റെ ശബ്ദം അത് കഴിഞ്ഞ് കേട്ടു. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളണം. ഒരു പോറിലെങ്കിലും ഏൽപ്പിക്കുകയോ അവൾ രക്ഷപ്പെടുകയോ ചെയ്ത ഒന്നിനെയും ഞാൻ ബാക്കി വെച്ചേക്കില്ല. ശരി സർ. 2 ജീപ്പുകളുമായി ആളുകൾ കയറി. അവ ഇറക്കമിറങ്ങി അകന്നുപോയി. ഈശ്വർ മുറ്റത്തേക്ക് നോക്കി. 4 പേരുണ്ട് കാവലിനായിട്ട്. ഇവിടെ ഒരു പട്ടി പോലും വരില്ല. നീ ആ കുപ്പിയും എടുക്ക്. ഒന്നുമില്ലെങ്കിൽ കൊതുകുത്തുന്നതെങ്കിലും അറിയാതിരിക്കുമല്ലോ. അവൻ പറഞ്ഞിട്ട് വാതിൽക്കൽ തന്നെ ഇരുന്നു. അകത്തുനിന്നുള്ള വെളിച്ചം അവിടേക്ക് പാളി വീഴുന്നതേ ഉള്ളൂ. ഒരുവൻ അകത്തേക്ക് പോയി. ഒരു കുപ്പിയും ഗ്ലാസുമായി മടങ്ങി വന്നു. അല്ല, ഒന്നാം തരം ചരക്ക്. എത്ര നേരമാ നമ്മൾ ഇവളെങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്? അയാൾ പറഞ്ഞു. വിക്രമോ, ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ. മറ്റൊരാളുടെ താക്കീത്. അവിടെ ഇരുന്ന് അവർ കുടിക്കാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ. അമ്പരപ്പാണ് ഈശ്വരന് തോന്നിയത്. അല്പനേരം കഴിഞ്ഞു. തന്റെ ഊഴമായെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവർ തന്നെ മനസ്സിലാക്കരുതല്ലോ. ആദ്യം അവൻ തന്റെ അണ്ടർവെയർ ഒഴികെയുള്ള വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ അടഞ്ഞ തീക്കരിയിലേക്ക് നീങ്ങി. ചുറ്റുപാടുമുണ്ടായിരുന്ന തണുത്ത ചാരം കുറച്ച് വാരിയെടുത്ത് മുഖത്ത് പൂശി. ഇനി തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. കുപ്പിയിൽ നിന്ന് അവസാനത്തെ തുള്ളിയും ഒരുത്തൻ നാവിൽ വീഴ്ത്തി. ഹോ, വയറ് കത്തുന്നു. കഴിക്കാൻ വല്ലതും വാങ്ങേണ്ടതായിരുന്നു. മുറ്റത്ത് കിടന്നിരുന്ന 2 അടിയിലധികം നീളം വരുന്ന ഒരു വിറക് കമ്പ് ഈശ്വർ തപ്പിയെടുത്തു. പിന്നെ ഒരു കുതിപ്പായിരുന്നു. എന്താണ് ഉണ്ടായതെന്ന് അവർ തിരിച്ചറിയും മുമ്പ് ഇരുളിൽ വിറക് കമ്പ് സീൽക്കാരത്തോടെ പുളഞ്ഞു. എണീക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി അവർ അവിടെ നിന്ന് എണീക്കരുത് എന്ന് കരുതി തന്നെയായിരുന്നു ഈശ്വരന്റെ ആക്രമണം. ഒരു ഗറില്ല യുദ്ധം പോലെയായിരുന്നു അത്. അവർ 4 പേരും വാതിൽക്കലും മുറ്റത്തുമായി കിടന്നു പുളഞ്ഞു. അവൻ അകത്തേക്ക് പാഞ്ഞു കയറി. അവിടെ ഒരു കസേരയിലിരുത്തി കൈകൾ പിന്നോട്ട് ബന്ധിച്ച നിലയിൽ വജ്ര. വായിലും തുണി തിരികെ പിന്നിലേക്ക് കെട്ടിയിട്ടുണ്ട്. അവനെ കണ്ടപ്പോൾ ആളറിയാതെ അവൾ തുറച്ചു നോക്കി. അവൻ വേഗത്തിൽ കെട്ടുകൾ അഴിച്ചു. വായിലെ തുണി മാറ്റിയപ്പോൾ അവൾ നിലവിളിക്കാൻ ഭാവിച്ചു. അരുത് വജ്രൻ, ഇത് ഞാനാ, ഈശ്വർ. അവൻ ആ കാതിൽ മന്ത്രിച്ചു. അത്ഭുത സ്തബ്ധയായി അവൾ. ഇത്രയും നേരം അനുഭവിച്ച മാനസിക പീഡനം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതെയായി. വരൂ. അവളുടെ കൈ പിടിച്ച് അവൻ പുറത്തിറങ്ങി. പിന്നെ ഏലത്തോട്ടിലെ ഇരുളിലേക്ക് മാറ്റി നിർത്തി. എനിക്കിവിടെ അല്പം ജോലി കൂടി പൂർത്തിയാക്കാനുണ്ട്, പറഞ്ഞിട്ട് അവൻ തിരികെ വന്നു. 4 ഗുണ്ടകളെയും വലിച്ചഴിച്ച് അകത്തു കൊണ്ടിട്ടു. വജ്രയെ കെട്ടാൻ ഉപയോഗിച്ച കയർ കൊണ്ട് തന്നെ അവരുടെ കൈകാലുകൾ ചേർത്ത് കെട്ടി. ഇനി പുറത്തുനിന്ന് ഒരാൾ ചെല്ലാതെ അവരുടെ കെട്ടുകൾ അഴിക്കാൻ കഴിയില്ലായിരുന്നു. അനന്തരം അവൻ പുറത്തു വന്ന് വാതിൽ ചേർത്തടച്ചു. അതിൽ തന്നെ താഴും താക്കോലും ഉണ്ടായിരുന്നു. ഓടാമ്പൽ വലിച്ചിട്ട് വാതിൽ പൂട്ടി. താക്കോൽ ഏലത്തോട്ടത്തിനുള്ളിലേക്ക് വലിച്ചൊരേറും കൊടുത്തു. വജ്രയുടെ അരികിൽ തിരികെ എത്തി. തന്റെ വസ്ത്രങ്ങൾ ധരിച്ചു. വാ, പോകാം. അവളുടെ കരം കവർന്നുകൊണ്ട് അവൻ നീങ്ങി. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു, അവൾ മന്ത്രിച്ചു. അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, അവൾ തിരക്കി. നമ്മളിനി എങ്ങോട്ടാ? ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക്. വജ്ര രക്ഷപ്പെട്ടു എന്നറിയുമ്പോ അവർ പേപ്പട്ടികളെ പോലെ ഓടാൻ തുടങ്ങും. മുഖത്തെ ചാരം കഴുകുന്നില്ലേ? കഴുകണം. അവർ ബൈക്കിനടുത്തെത്തി. അവൻ സ്റ്റാർട്ട് ചെയ്തു. കയറിക്കോ. പിന്നിൽ കയറി അവൾ അവന്റെ വയറ്റിലൂടെ ചുറ്റി പിടിച്ചിരുന്നു. ബൈക്ക് നീങ്ങി. MLA ദേവദാസും മറ്റും തന്നെ പ്രതീക്ഷിച്ചിരിക്കാവുമെന്ന് അവൻ അറിയാമായിരുന്നു. അത് നേരായിരുന്നു. ദേവദാസും നകലിനും റോഡിലെ കസേരകളിൽ ഇരിക്കുകയായിരുന്നു. മുന്നിലെ ടീപ്പോയിൽ മദ്യക്കുപ്പിയുമുണ്ട്. അച്ഛനും മകനും മാറി മാറി കുടിക്കുകയാണ്. അവനെ കാണുന്നില്ലല്ലോ. നകുലൻ വാച്ച് നോക്കി. മണി 2:30 വരുമെന്നേ. നടന്നു വേണ്ടേ വരാൻ? പാവം, ഇങ്ങനൊരു കളി അവൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ദേവദാസ് ചിരിച്ചു. ഈ രാത്രിയിൽ നമ്മൾ ഉറക്കമൊഴിഞ്ഞിരുന്നേ പറ്റൂ, അവൻ വരുന്നത് വരെ. അല്ലെങ്കിൽ അവൻ നമ്മളെ സംശയിച്ചുകൂടാകിയില്ല. അത് ശരിയാണെന്ന് നകുലിനും തോന്നി. എങ്ങനെയെങ്കിലും അവൻ ഈ വിവരം അറിഞ്ഞു പോയാൽ. അറിയാനേ പാടില്ല. ഇനി അവളുടെ ശവം കണ്ടാൽ പോലും നമ്മളെ ആരും സംശയിക്കില്ല. കാരണം രാത്രിയിൽ അവൻ ആ വീട്ടിൽ ചെന്നതിന് ആ സ്ത്രീ സാക്ഷിയാണ്. സമയം പിന്നെയും കടന്നുപോയി. 3:30. ആദ്യത്തെ കുപ്പി തീർന്നിട്ട് അവർ 2ാമത്തെ കുപ്പി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവക്ക് കാവലിരുത്തിരിക്കുമാരെ വിശ്വസിക്കാമോടാ? ദേവദാസ് മകനെ നോക്കി. അവർ അവളെ വലതും ചെയ്തു കളയുമോ? പൊന്മുട്ടയിടുന്ന താറാവ് അവൾ. അക്കാര്യത്തിൽ ഡാഡി വിഷമിക്കണ്ട. എന്റെ സ്വന്തം ആളുകളാണ് അവര്. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാവുന്നവർ. ജീവൻ പോയാലും ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകുന്നവർ.
എത്രയോ കാര്യങ്ങൾക്ക് ഞാൻ അവരെ ഉപയോഗിച്ചിരിക്കുന്നു. ദേവദാസ് ഒരു സിഗരറ്റ് കത്തിച്ചു. സമയം 4 മണി. ഏയ് ഡാഡി, ഉം നമ്മൾ എന്തിനാ ഈശ്വര താങ്ങി നിർത്തുന്നത്? ഒരിക്കൽ അവനും തിരിഞ്ഞു കൊത്തില്ലെന്ന് ആര് കണ്ടു? നകുലൻ തിരക്കി. കൊത്തുമെന്ന് നല്ലവണ്ണം അറിയാമടാ. അറിഞ്ഞുകൊണ്ട് തന്നെയാ നിർത്തിയിരിക്കുന്നതും. പക്ഷേ പല പ്രയോജനങ്ങളുണ്ടിപ്പോ. ഏറ്റവും വലുത് കിടാക്കന്മാർക്ക് മുന്നിലേക്ക് ഒരു പരിചയായി അവനെ നിർത്താം. തിരിച്ചു കൊത്തും എന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ അവനെ അകത്താക്കും, അല്ലെങ്കിൽ തീർക്കും. ദേവദാസ് പറഞ്ഞു നിർത്തിയതും ഗേറ്റ് തള്ളി തുറക്കപ്പെട്ടതും ഒരേ നേരത്തായിരുന്നു. അച്ഛനും മകനും ഞെട്ടിത്തിരിഞ്ഞ് ഗേറ്റിലേക്ക് നോക്കി. ഈശ്വർ. ദേവദാസ് നകുലിനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. കാൽക്കീഴിൽ മണൽത്തരികളെ ഞെരിച്ചമർത്തിക്കൊണ്ട് ഈശ്വർ അവർക്കരികിലേക്ക് വന്നു. നകുലൻ അറിയാതെ കസേരയിൽ നിന്ന് എണീറ്റുപോയി. ഈശ്വരുടെ കണ്ണുകൾ കത്തിയെരിയുകയാണെന്ന് ഉൾക്കിടിലത്തോടെ ദേവദാസ് നകുലിനും അറിഞ്ഞു. ഈശ്വരന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ MLA ദേവദാസിനും നകുലിനും കഴിഞ്ഞില്ല. അത്തരമൊരു ഭാവമായിരുന്നു ആ മുഖത്ത്. സർവ്വതിനെയും സംഹരിക്കാൻ പോന്ന ഭാവം. ലോണിൽ തെളിഞ്ഞു നിരുന്ന ലൈറ്റുകളുടെ വെളിച്ചം അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. അച്ഛനും മകനും തലകുനിച്ചു കളഞ്ഞു. എന്നാൽ ദേവദാസിന്റെ ബുദ്ധി പെട്ടെന്നുണർന്നു. ഇവന് യാതൊരു സംശയവും തോന്നിക്കൂടല്ലോ. കൗശലക്കാരനായ ഒരു കുറുക്കനെ പോലെ അയാൾ തലയുയർത്തി. എടോ ഈശ്വർ, എത്ര നേരമായെന്നോ ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ദാ നോക്ക്, 2ാമത്തെ കുപ്പിയും തീരാൻ പോകുന്നു. ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യാനുള്ള നിനക്ക് എന്തു പറ്റി? എവിടെ അവള്? നീ എന്താ വല്ലാതിരിക്കുന്നത്? ദേവദാസ് ഇങ്ങോട്ട് കാണിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് താനും പയറ്റേണ്ടതെന്ന് ഈശ്വരുടെ മനസ്സ് മന്ത്രിച്ചു. പ്രതികരിക്കാൻ നേരമായിട്ടില്ല. അവനും പൊടുന്നനെ ഭാവം മാറ്റി. ഒന്നും പറയാതെ മുന്നോട്ട് നീങ്ങിയ അവൻ ടീപ്പോയിലിരുന്ന മദ്യക്കുപ്പി എടുത്ത് അപ്പാടെ വായിലേക്ക് കമിഴ്ത്തി. പിന്നെ ഒരു സോഡ എടുത്ത് കടിച്ചു തുറന്നു കുടിച്ചു. ഹോ! അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് ഇരുവരെയും നോക്കി. എന്നോട് പൊറുക്കണം. പറയുന്നതിനിടയിൽ അവന്റെ തല കുനിഞ്ഞു. ആദ്യമായി എനിക്കൊരു പരാജയം പറ്റി. ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വജ്ര? ഉദ്യോഗം നടിച്ചാണ് നകുലൻ തിരക്കിയത്. എന്നാ അതിനു മുമ്പ് ദേവദാസ് പറഞ്ഞു, സാരമില്ല ഈശ്വർ, വിജയവും പരാജയവും ഒക്കെ ഉണ്ടായെന്നിരിക്കും. ഈ രാത്രിയിൽ കാര്യം നടന്നില്ലെങ്കിൽ ഇനിയും രാത്രികൾ ബാക്കിയുണ്ടല്ലോ. പക്ഷേ ഇനി അതൊരിക്കലും നടക്കില്ല സർ. എന്തുണ്ടായി? അവൾ ബഹളം വെച്ച ആളെ കൂട്ടിയോ? ഇല്ല, ഞാൻ അവളുമായി ജീപ്പിൽ വന്ന് കയറിയതാണ്. പക്ഷെ എന്നെ അടിച്ചു വീഴ്ത്തി അവളും ജീപ്പുമായി ആരോ പോയി. വാട്ട്? ദേവദാസ് ചാടി എണീറ്റു. നീ പറയുന്നത് സത്യമാണ് സർ. ദേവദാസ് നകുലിനെ നോക്കി. സംഗതി കുഴഞ്ഞല്ലോടാ, ഉടൻ എന്തെങ്കിലും ചെയ്യണം. അല്ല, അതിപ്പോ നമ്മൾ പോലീസിൽ അറിയിക്കാൻ പോയാ നമ്മുടെ കള്ളി വിളിച്ചതാകില്ലേ ഡാഡി? ഷോ, ശരിയാണല്ലോ. പിന്നെ എന്തു ചെയ്യും? മറ്റൊരു പണിയുണ്ട്. ഈശ്വരുടെ ജീപ്പ് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കാണിച്ച് പരാതിപ്പെടാം. ജീപ്പ് കിട്ടുമ്പോ ബാക്കി നമുക്ക് തെളിയിക്കാം. അത് കൊള്ളാം. ഇപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. അയാൾ മൊബൈൽ ഫോൺ എടുത്തു. അച്ഛന്റെയും മകന്റെയും അഭിനയം അസലാകുന്നുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നിരുന്ന ഈശ്വർ ദേവദാസിനെ തടഞ്ഞു. അത് വേണ്ട സർ, അതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. അതെന്താ? ദേവദാസ് നെറ്റി ചുളിച്ചു. സർ, ഏതായാലും നമ്മളെക്കാൾ ബുദ്ധി പ്രയോഗിച്ചവരാണ് എതിരാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പെണ്ണ് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിലും സംശയം വേണ്ട. അങ്ങനെയുള്ള അവർ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സാധ്യത കണ്ടിരിക്കും. അവർ ഒന്നുകിൽ എന്റെ ജീപ്പ് കത്തിച്ചു കളയും, അല്ലെങ്കിൽ അതെവിടെയെങ്കിലും ഉപേക്ഷിക്കും. തീർച്ച. ദേവദാസ് നകലും ഈശ്വരനെ തുറിച്ചു നോക്കി. തങ്ങൾ മനസ്സിൽ കണ്ടത് ഇവൻ മാനത്ത് കണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ നീങ്ങണമെന്നാണ് നിന്റെ തീരുമാനം? ഞാൻ കണ്ടുപിടിക്കും സാർ അവളെ. അവർ എവിടെ കൊണ്ടുപോയി അവളെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. സത്യം. ഇരുവരും അറിയാതെ ഒന്ന് കിടുങ്ങി. എങ്കിലും ദേവദാസ് പറഞ്ഞു, അത് വേണം ഈശ്വർ. എത്രയും പെട്ടെന്ന് തന്നെ. അവൾ നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയുള്ള എന്റെ ശ്രമം അത് മാത്രമായിരിക്കും സർ. തൽക്കാലം പോകുന്നു. കൈലി മടക്കി കുത്തി കാലുകൾ നീട്ടിവെച്ച് അവൻ തിരിഞ്ഞു നടന്നു. ഇരുവരും ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൻ ഗേറ്റ് കടന്നു പോയ ശേഷമാണ് നകുലൻ സംസാരിച്ചത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും അവൻ കേട്ടില്ലല്ലോ? ഇല്ല. പക്ഷെ ഇനിയാണ് ഏറെ സൂക്ഷിക്കേണ്ടത്. ആവശ്യമില്ലാതെ നമ്മൾ ഇരുവരും ഏലത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയിക്കൂടാ. സംശയത്തിന്റെ ഒരു സ്പാർക്ക് അവന്റെ മനസ്സിലേക്ക് പാളി വീണാൽ സർവ്വതും തകർന്നു. നകുലൻ കനപ്പിച്ചൊന്നു മൂടി. ഈശ്വർ കുറെ അകലെ വെച്ചിരുന്ന ബൈക്കിൽ പട്ടണത്തിലേക്ക് മടങ്ങി. നന്ദിയും പറഞ്ഞ് ഒരു ഓട്ടോയിൽ കോളനിയിലേക്ക് മടങ്ങി. അപ്പോ നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. കട്ടിലേക്ക് തല ചായ്ച്ചതോടെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. കോളേജിൽ പോവാൻ കുളിച്ചൊരുങ്ങി വന്ന സുന്ദരി ചൂടുചോറ് പാത്രത്തിലേക്ക് വിളമ്പുകയായിരുന്നു. ചോറിന്റെ മണം അനുഭവിച്ചതും അവൾക്ക് വല്ലാത്ത ഒരു മനം പുരട്ടൽ.
ഇപ്പൊ ഛർദ്ദിക്കുമെന്ന് തോന്നി. വേഗം പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി അവൾ ഓക്കാനിച്ചു. അത് കണ്ടുകൊണ്ടാണ് ജാനകി വന്നത്. അവരുടെ നെറ്റി ചുളിഞ്ഞു. എന്താടി, എന്തു പറ്റി? മകളെ അടിമുടി നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾക്ക് അപകടം മണത്തു. അമ്മേ, ഞാൻ... പറയടി, നീ പിഴച്ചോ? സുന്ദരിയുടെ നെഞ്ചിനുള്ളിൽ ഒരു കിടുകിടുപ്പ്. മുഖം വിളറി. അമ്മ മകൾക്ക് നേരെ വിരൽ ചൂണ്ടി. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. അല്ലമ്മേ, ഞാൻ ചോറ് തിന്നപ്പോ അതിനുള്ളിൽ ഒരു തലമുടി അറിയാതെ അതങ്ങ് വിഴുങ്ങിപ്പോയി. അപ്പൊ തുടങ്ങിയതാ. ജാനകിക്ക് അല്പം ആശ്വാസം. എങ്കിലും ആ സ്ത്രീ അവളെ പൂർണ്ണമായി വിശ്വസിച്ചില്ലെന്ന് തോന്നി. വായ കഴുകി സുന്ദരി ധൃതിയിൽ വന്ന് ചൂറ്റുപാത്രം അടച്ചു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾ ഒരു കാര്യം തീർച്ചയാക്കിയിരുന്നു. നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്റെ വയറ്റിൽ തുടിക്കുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കോളേജ് പഠിക്കൽ ബസ് ഇറങ്ങിയ ഉടനെ അവൾ ടെലിഫോൺ ബൂത്തിൽ കയറി ഒരു മൊബൈൽ ഫോണിന്റെ നമ്പർ കുത്തി. ധൃതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഏട്ടൻ ഇതറിഞ്ഞ അതോടെ എല്ലാം തീർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖത്തെ വിയർപ്പൊപ്പിക്കൊണ്ട് അവൾ കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ മണ്ണംകുളഞ്ഞി ലക്ഷം വീട് കോളനിയിലെ റോഡിലൂടെ ഓടി വരികയായിരുന്നു മൊബൈൽ പാപ്പി. ആശാനെ, ആശാനെ! ഈശ്വറിന്റെ വീട്ടുമുറ്റത്തേക്ക് കയറി അവൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഈശ്വർ ഉണർന്ന് ഇറങ്ങി വന്നു. എന്താടാ? ആശാന്റെ ജീപ്പ് എന്തിയെ? ഈശ്വർ അവനെ തറപ്പിച്ചു നോക്കി. പിന്നെ പറഞ്ഞു, ഇന്നലെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നാ അതിപ്പോ ഒരു പാടത്ത് കിടപ്പുണ്ട്. ഏ, എവിടെ? കുറുമുട്ടത്ത്. റോഡിൽ നിന്ന് പാടത്തേക്ക് ചാടിയ നിലയിലാണ്. ഞാൻ ഇപ്പൊ വരാം. അവൻ വേഗം പ്രഭാതകൃത്യങ്ങൾ പൂർത്തിയാക്കി. അപ്പോഴേക്കും മരക്കാർമൊഴി കവലയിൽ നിന്ന് 2 ജീപ്പുകൾ നിറയെ ഡ്രൈവർമാർ എത്തി. അതിലാണ് ഈശ്വറും പാപ്പയും പോയത്. ജീപ്പ് കിടന്നിരുന്ന ഭാഗത്ത് കുറേയേറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിൽ നിന്നും പാടത്തേക്ക് ചരിഞ്ഞ ഭൂമിയാണ്. ഏതാണ്ട് അരയറ്റം വെള്ളത്തിലാണ് കിടക്കുന്നത്. റോഡിൽ ജീപ്പ് നിർത്തിയ ശേഷം തള്ളിവിട്ടതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈശ്വരന് മനസ്സിലായി. അവൻ ഇറങ്ങിച്ചെന്ന് നോക്കി. ജീപ്പിന് കുഴപ്പമൊന്നുമില്ല. ഡ്രൈവർമാർ കൂടി ആലോചിച്ചു. ഒരു വടം കെട്ടി വലിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ. കുയിലം പറഞ്ഞു. പുളുത്തി, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മൾ ഇത്രയും പേരില്ലേ, ഒരു കൈവച്ച വണ്ടി റോഡിലാ. പുളുത്തി നാണുവിന്റെ അഭിപ്രായം. പോടാ അവിടുന്ന്. ക്ലാവർ വിനോദ് നാണുവിന്റെ നേരെ തിരിഞ്ഞു. കൈവച്ച മറ്റു വല്ലതും നടക്കും. ഒരു വടം എടുക്കട പാപ്പി, ഈശ്വർ നിർദ്ദേശിച്ചു. ക്ലാവർ വിനോദിന്റെ ഓട്ടോയിൽ കുറച്ചകലെ പോയി പാപ്പി വടം കൊണ്ടുവന്നു. അതിന്റെ ഒരറ്റം ഈശ്വറിന്റെ ജീപ്പിന് പിന്നിലെ ബമ്പറിലും അടുത്ത അറ്റം പുളുത്തി നാണുവിന്റെ ജീപ്പിന് പിന്നിലും കിട്ടി. ഈശ്വർ തന്റെ ജീപ്പിൽ കയറിയിരുന്നു. നാണുവേ, ജീപ്പ് മുന്നോട്ടെടുത്തോ. നാണു അനുസരിച്ചു. ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. പതിയെ ഈശ്വറിന്റെ ജീപ്പ് കരയിലേക്ക് കയറി. റോഡിലെത്തിയപ്പോഴേക്കും അതിൽ നിന്നും വെള്ളം ഊറി വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ ഈശ്വർ എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ടായില്ല. അവസാനം നാണുവിന്റെ ജീപ്പ് തന്നെ അത് കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോൾ തന്റെ ജീപ്പ് റിപ്പയർ ചെയ്യുന്നതിനായി ഗണേഷ് കിടാവും വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. ഈശ്വറും അവനും 2 കാട്ടുമൃഗങ്ങളെ പോലെ മുഖാമുഖം നോക്കി. രാവിലെ എന്റെ വലതു കൈവെള്ള ചൊറിയാൻ തുടങ്ങിയതാ. അപ്പോഴേ ഞാൻ കരുതി നാരെങ്കിലും 2 പൂശേണ്ടി വരുമെന്ന്. കുയിലൻ പെറുപെറുത്തു. പൊളുത്തി, വെറുതെ ചിലക്കാൻ നിക്കട. നാണു അവന്റെ കോളറിൽ പിടിച്ച് പിന്നോട്ട് മാറ്റി. എന്നാൽ ഗണേശനോ ഈശ്വരോ പരസ്പരം ഒന്നും ഉരിയാടിയില്ല. അല്പനേരം കഴിഞ്ഞ് ഗണേശൻ ജീപ്പ് വിട്ടു പോവുകയും ചെയ്തു. ഈശ്വറിന്റെ ജീപ്പ് തിരികെ കിട്ടിയതറിഞ്ഞ് നകുലൻ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. അവൻ ഈശ്വറെ മാറ്റി നിർത്തി സംസാരിച്ചു. ഏതായാലും ജീപ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഭാഗ്യം. ആ, വർക്ക്ഷോപ്പിൽ കൊടുക്കാം. പണം വല്ലതും വേണോ എന്ന് ഡാഡി തിരക്കി. ഇപ്പൊ വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാം. അതിരിക്കട്ടെ, ആരാണ് ജീപ്പ് അവിടെ കൊണ്ടിട്ടതെന്ന് കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? നകുലൻ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോ ഈശ്വറിന് വ്യക്തമായി. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൻ അറിയിച്ചു. ആരു കാണാൻ? സാരമില്ല, പക്ഷേ ഞാൻ കണ്ടെത്തും. അതിന് പറ്റിയൊരു തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നകുലിനെ ഒന്ന് വിരട്ടാൻ തന്നെയാണ് ഈശ്വർ ആ ഒരു കള്ളം തട്ടിവിട്ടത്. എന്തു കിട്ടി? വല്ലാത്തൊരു ഉത്കണ്ഠയായിരുന്നു അവന്റെ ശബ്ദത്തിൽ. ക്ഷമിക്കണം നകുല, അത് മാത്രം ഞാൻ ആരോടും പറയില്ല. നകുലൻ വിളറി നിൽക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അവൻ പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ പോകട്ടെ. ശരി. വണ്ടി ഇന്ന് ഇറങ്ങുമോ? മിക്കവാറും. നകുലൻ തിടുക്കത്തിൽ ചെന്ന് തന്റെ ജീപ്പിൽ കയറി. വെടിയുണ്ടയുടെ വേഗത്തിലാണ് അത് അവിടെ നിന്നും അകന്നു പോയത്.
ഈശ്വർ ഉള്ളിൽ ചിരിച്ചു. നകുലൻ വിരണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു തീപ്പൊരി അവന്റെ ഉള്ളിൽ പടരട്ടെ. അവനിലൂടെ അത് ദേവദാസിന്റെ മനസ്സിനെയും ചൂട് പിടിപ്പിക്കട്ടെ. നകുലൻ ഈ വിവരം ഡാഡിയെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിലെത്തിയത്. ദേവദാസ് അപ്പോൾ എവിടേക്കോ പോവാൻ ഭാവിക്കുകയായിരുന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി. എന്താടാ? നമ്മൾ അല്പം കൂടി സൂക്ഷിക്കണം ഡാഡി. തുടർന്ന് അവൻ ഈശ്വറിൽ നിന്നും കേട്ട കാര്യം പറഞ്ഞു. അല്പനേരത്തേക്ക് ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ തന്നു നിന്നുപോയി ദേവദാസും. അച്ഛനും മകനും കൂടി കുറെ നേരം ചിന്തിച്ചിട്ടും എന്തായിരിക്കും ഈശ്വറിന് കിട്ടിയ തെളിവെന്ന് മാത്രം മനസ്സിലായില്ല. അതെന്തുമാട്ടടാ, വരുന്നിടത്ത് വെച്ച് കാണാം. അതിനേക്കാൾ പ്രധാനമായി നമ്മളിപ്പോ ചെയ്യേണ്ടത് മറ്റൊന്നാണ്. വജ്രയെ അവിടെ നിന്ന് മാറ്റണം. ഇനി അവിടെ സേഫ് അല്ല. ഈ രാത്രി തന്നെ അത് ചെയ്യണം. യെസ് ഡാഡി. ഒരു കാര്യം പ്രത്യേകം നോക്കണം. ഈശ്വർ കാണാതെ വേണം നിന്റെ യാത്ര. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കൊരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം വല്ലതും വന്ന മൊബൈലിൽ വിളിക്കുക. നകുലൻ തലകുലുക്കി. ദേവദാസ് പോയി. സമയം കടന്നുപോയി. നേരെ ഇരുട്ടിയപ്പോ മരക്കാങ്ങൂഴി കവല ടച്ച് ചെയ്യാതെ ഒരു ഇടവഴിയിലൂടെ നകുലൻ ഏലത്തോട്ടത്തിലേക്ക് പോയി. വജ്രയുടെ മനോഹരമായ രൂപലാവണ്യമായിരുന്നു അപ്പോൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. ജീപ്പ് പാലം പിന്നിട്ട് കയറ്റം കയറാൻ തുടങ്ങി. പെട്ടെന്ന് ഏലച്ചെടികൾക്കിടയിലൂടെ കണ്ട ഒരു കാഴ്ച അവനെ ഞെട്ടിച്ചു. തങ്ങളുടെ കെട്ടിടം നിൽക്കുന്ന ഭാഗത്ത് നിറയെ വെളിച്ചം. രഹസ്യം ഈശ്വർ കണ്ടെത്തിയോ? ആ വിചാരത്തോടെയാണ് ആക്സിലേറ്ററിൽ ഒന്നുകൂടി കാലമർത്തിയത്. അതിനിടെ കീശയിൽ തപ്പി നോക്കി. റിവോൾവർ ഭദ്രമായുണ്ട്. എന്നാൽ കെട്ടിടത്തിനടുത്തെത്തിയ നകുലൻ കിടുങ്ങി വിറച്ചു. ആകാശം മുട്ടെ ഉയരുന്ന തീ. ആ കെട്ടിടത്തെ അപ്പാടെ തീ വിഴുങ്ങിയിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്നും നിലവിളികൾ ഉയരുന്നു. പൂക്കില് കണക്കെ അടിമുടി തുള്ളി വിറച്ചുപോയി നകുലൻ. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഇടികർത്തവ്യത മൂടനായി ജീപ്പിൽ തന്നെ തരിച്ചിരിക്കുകയാണ് അവൻ. ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ തനിക്കാവില്ലല്ലോ എന്ന ദുഃഖത്തോടെ അവൻ ഓർത്തു. വജ്രയെ പോലും. പൊടുന്നനെ അവന്റെ തലച്ചോർ പുകഞ്ഞു. ആരാവും ഇത് ചെയ്തത്? ഇനി വജ്രയെ രക്ഷപ്പെടുത്തിയിട്ട് ഈശ്വരെങ്ങാനും? പക്ഷെ അതിന് വഴിയില്ല. താൻ ഇവിടേക്ക് വരുമ്പോ ഒരു വാഹനം പോലും എതിരെ വന്നില്ലല്ലോ. അതുമല്ല, ഒരാൾ നടന്നിവിടെ എത്തണമെങ്കിൽ ഏറെ നേരം പിടിക്കും. മാത്രമല്ല, കെട്ടിടത്തിന് തീ പിടിച്ചിട്ട് അധിക നേരമായിട്ടുമില്ല. ഇപ്പോഴും ഉള്ളിൽ നിന്നും നിലവിളികൾ ഉയരുന്നുണ്ട്. ശത്രു അടുത്ത് എവിടെയോ ഉണ്ടെന്ന് നകുലന്റെ മനസ്സ് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ റിവോൾവർ വലിച്ചെടുത്തു. പേടിയോടെ ചുറ്റും നോക്കി. ചുറ്റും പകൽ പോലെ വെളിച്ചമാണ്. എന്നാൽ ആരെയും കാണാൻ കഴിയുന്നില്ല. കെട്ടിടത്തിന് മുകളിലെ ആസ്പെറ്റോ ഷീറ്റിനുകൾ പൊട്ടിത്തെറിച്ചു. പെട്രോൾ പമ്പിന് തീ പിടിച്ച പ്രതീതി. ഒപ്പം അതിന്റെ മേൽക്കൂര അടന്ന് താഴേക്ക് പതിച്ചു. കെട്ടിടത്തിനുള്ളിലെ നിലവിളികൾ നിലച്ചു. തീക്കുള്ളിൽ കിടന്ന് അവസാന പിടിച്ചിൽ നടത്തുന്ന മനുഷ്യർ. കുറെ തീപ്പൊരി മുകളിലേക്ക് ഉയർന്നു. നിമിഷത്തിനുള്ളിൽ മാംസം കരിയുന്നതിന്റെ വല്ലാത്ത ഗന്ധം മൂക്കിൽ തുളഞ്ഞു കയറി. നകുലിന് ഓക്കാനം വന്നു. അവൻ മൊബൈൽ ഫോൺ എടുത്തു. പക്ഷെ അത് ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് അവൻ അറിഞ്ഞു. ഇനി അവിടെ നിന്നാൽ ശത്രുക്കൾ തന്നെയും തീർത്താലോ? തന്റെ ആളുകളിൽ ആരെങ്കിലും അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കിയിട്ട് അവൻ ജീപ്പ് തിരിച്ചുവിട്ടു. അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവന്റെ മനസ്സിൽ. തന്റെ ആളുകളെല്ലാം അകത്തു കയറിയ നേരത്തായിരിക്കണം തീയിട്ടത്. ഏതായാലും ഇതൊരു യാദൃശികമായ തീപിടുത്തമല്ല. ഒന്നോ രണ്ടോ പേർ വന്നാൽ തന്റെ ആളുകളെ കീഴടക്കാനുമാവില്ല. ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നിരിക്കണം ഇതിനു പിന്നിൽ. നിലം തൊടാതെ കുതിക്കുകയാണ് ജീപ്പ്. ഈശ്വർ എവിടെയുണ്ടെന്ന് അറിയണം. ഇതിനു പിന്നിൽ അവനാണെങ്കിൽ ഈ രാത്രി അവനും ഇരിഞ്ഞു തീരണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അവൻ. നേരെ ജീപ്പ് വിട്ടത് വർക്ക്ഷോപ്പിലാണ്. അവിടുത്തെ വെളിച്ചത്തിൽ തന്നെ അവൻ അത് കണ്ടു. ഈശ്വറിന്റെ ജീപ്പ് ഇറക്കിയിട്ടില്ല. ഇപ്പോഴും പണി നടക്കുന്നതേ ഉള്ളൂ. ഒരു തടിക്കട്ടയുടെ പുറത്തിരുന്ന് വീടി വലിക്കുകയാണ് ഈശ്വർ. നകുലൻ ജീപ്പ് നിർത്തിയപ്പോൾ മേസ്തിരിയും ഈശ്വറും തിരിഞ്ഞു നോക്കി. ഇനി താൻ ഇറങ്ങാതെ പോയാൽ അവർ സംശയിച്ചേക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ അവൻ ഇറങ്ങി. എന്താ സാറേ രാത്രി? മേസ്തിരി തിരക്കി. വണ്ടിക്ക് ഇടയ്ക്കിടെ ഒരു മിസ്സിങ്. ഒരിടം വരെ പോയിട്ട് വരുന്ന വഴിയാ ഞാൻ. തിരക്കില്ലെങ്കിൽ ഒന്ന് നോക്കിക്കാമെന്ന് വെച്ചു. ഈശ്വരൻ നോക്കിയിട്ട് അവൻ തുടർന്നു. ഇനിയിപ്പോ നാളെ മതി. ഈശ്വറിന്റെ ജീപ്പ് പണിത് കഴിയട്ടെ. അവന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഈശ്വർ. ഒരു പരിഭ്രമം മറയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഈശ്വരന് മനസ്സിലായി. നകുലൻ ഏലത്തോട്ടത്തിൽ പോയിരിക്കുമെന്നും വജ്ര രക്ഷപ്പെട്ടത് അറിഞ്ഞിരിക്കുമെന്നും അവന് തോന്നി. എന്നാ ഞാൻ പോവട്ടെ, ഈശ്വർ വരുന്നോ? നകുലൻ തിരക്കി. ഇല്ല, രാത്രി കുറെ ഇരുട്ടിയാലും ഇതുമായി ഞാൻ മടങ്ങുന്നുള്ളൂ. ഓക്കെ. നകുലൻ ജീപ്പ് വിട്ടുപോയി.
വീട്ടിലെത്തുമ്പോൾ ദേവദാസ് പുറത്തു പോയിട്ട് തിരിച്ചെത്തിയിരുന്നു. ഡാഡി! നിലവിളിക്കും പോലെയായിരുന്നു അവന്റെ ശബ്ദം. നെറ്റി ചുളിച്ചുകൊണ്ട് ദേവദാസ് മുഖമുയർത്തി. എന്താടാ വെകിലി പിടിച്ച പോലെ? ഡാഡി! തെല്ലു നേരം കഴിഞ്ഞാണ് നകുലൻ ബാക്കി പറഞ്ഞത്. ഏലക്കാട്ടിൽ നടന്ന സംഭവം അറിഞ്ഞപ്പോൾ ഇടുങ്ങിപ്പോയി ദേവദാസ്. തലയിൽ ഒരു കൂടം കൊണ്ടടിച്ച പ്രതീതി. മകനെ തുറച്ചു നോക്കി അയാൾ കുറച്ചു നേരം ഇരുന്നു. എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയല്ലോടാ. ക്ഷണത്തിൽ തിരിതണ്ടിയായി പോയതുപോലെയായിരുന്നു അയാളുടെ ശബ്ദം. ആരാ അത് ചെയ്തത്? ഈശ്വരല്ല, അതുറപ്പ്. പിന്നെ എന്റെ സംശയം കിടാക്കന്മാരിൽ ആരെങ്കിലും ആകുമോ എന്നാണ്. അതിന് സാധ്യതയുണ്ടെന്ന് തോന്നിയ ദേവദാസിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഈ നേരത്ത് ചെങ്കാട്ട് തറവാട്ടിൽ ചന്ദ്രപ്പൻകിടാവ് മുറ്റത്തുകൂടി ഉലാത്തുകയായിരുന്നു. പൂമുഖത്തെങ്ങും മറ്റാരുമില്ല. ഫോർട്ടോ ദാമോദരൻ മനസ്സിൽ ഇളക്കി വിട്ടിട്ട് പോയ കൊടുങ്കാറ്റിനെ കുറിച്ചായിരുന്നു അപ്പോഴും അയാൾ ചിന്തിച്ചത്. ദാമോദരൻ ആ സത്യം ഈശ്വരോട് പറഞ്ഞാൽ? പറയാൻ പാടില്ല. അതിനായി അവന്റെ നാവ് ചലിക്കരുത്. അതായിരുന്നു കിടാവിന്റെ തീരുമാനം. വിധി ഉറപ്പാക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതിനു പിന്നിൽ താനാണെന്ന സത്യം ആരും അറിയാനും പാടില്ല. ഇവിടെ കളിക്കേണ്ടത് ചതുരംഗ കളിയാണ്. മുറ്റത്തിന്റെ കോണിൽ നിന്ന് ആരോ മുരടനക്കി. കിടാവ് തിരിഞ്ഞു. ആരാടത്? മണ്ണംകുളഞ്ഞി ലക്ഷം വീട് കോളനിയിലെ വിജയൻ വെളിച്ചത്തിലേക്ക് വന്നു. നീയോ? എന്താടാ ഈ രാത്രിയില്? അങ്ങത്തെ. അയാളുടെ ശബ്ദം കുഴഞ്ഞതായിരുന്നു. എനിക്കൊരു അത്യാവശ്യം വന്നു. ഒരു 5000 രൂപ തന്ന് സഹായിക്കണം. കിടാവിന്റെ നെറ്റി ചുളിഞ്ഞു. മടിയിൽ നിന്ന് അല്പം ഇരട്ടി മധുരം എടുത്ത് അയാൾ വായിലിട്ടു. കഴിഞ്ഞ ദിവസം തന്ന രൂപ തീർന്നോടാ? അതാരാണ്ട് മോഷ്ടിച്ചു പോയി അങ്ങത്തെ. ഷാപ്പിൽ കുടിച്ചു ബോധമില്ലാതെ കിടന്നുപോയി ഞാൻ. കിടാവ് അയാളെ അടിമുടി നോക്കി. വിജയൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയ കാര്യം ശരിയാക്കിയോ? ഈശ്വരന്റെ കാര്യം? ഏതാണ്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ. കിടാവ് അമർത്തിയൊന്ന് മൂളിയിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു. ഗണേശ! നിമിഷത്തിനുള്ളിൽ ഗണേഷ് കിടാവ് ഇറങ്ങി വന്നു. ദാ ഇവനൊരു ആവശ്യമായി വന്നിരിക്കുന്നു, കൊടുക്ക്. ഗണേശൻ വിജയനോട് കാര്യം തിരക്കി. പിന്നെ അകത്തു പോയി പണവുമായി തിരിച്ചു വന്നപ്പോൾ ശേഖരനും നീലകണ്ഠനും ജനാർദ്ദനും ഉണ്ടായിരുന്നു ഒപ്പം. ഇനി അവനെ ശരിയാക്കാതെ നീ ഞങ്ങളുടെ മുന്നിൽ വരരുത്, ശേഖരക്കിടാവ് കൽപ്പിച്ചു. ഇല്ലങ്ങത്തെ. പണവും വാങ്ങി എല്ലാവരെയും തൊഴുതിട്ട് വിജയം പോയി. ചന്ദ്രപ്പൻ കിടാവ് മക്കളുടെയും മരുമകന്റെയും നേരെ തിരിഞ്ഞു. ഇവനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ ഒരു മറയാക്കാം, അല്ലെങ്കിൽ രക്തസാക്ഷിയാക്കാം. അയാൾ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം 4 പേരും തലകുലുക്കി. കിടാവ് കൂട്ടിച്ചേർത്തു. കോളനി കലാപഭൂമിയാകണം. അവിടുത്തെ മണ്ണ് ചോരയിൽ കുതിരണം. എല്ലാം കഴിയുമ്പോ ഈശ്വര അവന്റെ കുടുംബത്തിൽ മറ്റാരെങ്കിലുമോ ബാക്കി കാണരുത്. മനസ്സിലായച്ചാ? ശേഖരക്കിടാവ് എന്തോ തന്ത്രം ആലോചിക്കുന്നതിനിടയിൽ പറഞ്ഞു. അയാളുടെ ഉൾക്കണ്ണിനുള്ളിൽ തകർന്നു തരിപ്പണമായ കോളനിയായിരുന്നു അപ്പോൾ. രാത്രി പിന്നെയും കനത്തു. മണ്ണംകുളഞ്ഞി ലക്ഷം വീട് കോളനി നിശബ്ദതയിലായിരുന്നു. ഈശ്വർ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. പക്ഷെ അവന്റെ വീടിന് മുന്നിലെ വാഴച്ചോട്ടിൽ ഒരു നിഴൽ പിടച്ചു. സമീപത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ആ രൂപം സുന്ദരി കിടക്കുന്ന മുറിയുടെ ജനാലക്കിലെത്തി. ഒരു ശബ്ദമുണ്ടാക്കിയതേ സുന്ദരി തല ഉയർത്തി. ആ ശബ്ദത്തിനായി ഉറങ്ങാതെ കാതോർത്തു കിടക്കുകയായിരുന്നു അവൾ. ജാനകി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ പതിയെ എണീറ്റു. അടുക്കളയിലെത്തി. ശബ്ദമുണ്ടാക്കാതെ ആ വാതിൽ തുറന്ന് പുറത്തു കടന്നു. വീടിനു പിന്നിലെ ഒരു മരച്ചോട്ടിൽ അവളെ കാത്ത് ഇരുളിൽ മുങ്ങിയ മനുഷ്യരൂപമുണ്ടായിരുന്നു. എന്തിനാ അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞത്? അടക്കിയ പുരുഷ ശബ്ദം. അവൾ ആ മാറിലേക്ക് വീണു. ആകെ കുഴപ്പമായി. എന്താ, ആരെങ്കിലും അറിഞ്ഞോ? എന്റെ അടിവയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നു. അമ്മയ്ക്ക് സംശയമുണ്ട്. തന്നെ കരങ്ങളാൽ വലയം ചെയ്തിരുന്ന ആ മനുഷ്യൻ ശരിക്കും ഞെട്ടിയെന്ന് അവൾ അറിഞ്ഞു. അല്പനേരത്തേക്ക് അയാൾ ശബ്ദിച്ചില്ല. എന്താ മിണ്ടാത്തെ? ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇനി കൂടുതൽ ചിന്തിക്കാനുള്ള നേരമില്ല. ഈ നിമിഷം ഞാൻ ഇറങ്ങി വരാം കൂടെ. ഇപ്പോഴോ? അതെന്താ? എപ്പോ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, അതിന് മാറ്റവുമില്ല. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. പക്ഷേ ഞാൻ മാനസികമായി ഒട്ടും തയ്യാറെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളുടെ അതരങ്ങൾ ചേർത്തമർത്തി ആവേശം ഭാവിച്ച് അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കാതിൽ മന്ത്രിക്കും പോലെ അയാൾ തിരക്കി. ഞാനൊരു കാര്യം പറഞ്ഞ തെറ്റിദ്ധരിക്കുമോ നീ? പറ.
ഈ ജന്മത്തിൽ നീ അല്ലാതെ മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അത് സത്യം. പക്ഷെ എന്റെ കൂടെ താമസിക്കാൻ തുടങ്ങും മുമ്പേ നീ ഗർഭിണിയാണെന്ന് മറ്റുള്ളവർ അറിയുന്നത് മോശമല്ലേ? അങ്ങ് പറഞ്ഞു വരുന്നത്? അവളുടെ ശബ്ദം വിറച്ചു. ഈ കുട്ടിയെ നമുക്ക് വേണ്ടെന്ന് വെക്കാം. നോ, ഞാൻ സമ്മതിക്കില്ല. അയാൾ പറഞ്ഞു നിർത്തും മുമ്പ് തന്നെ അവളുടെ ഒച്ചയുയർന്നു. പെട്ടെന്ന് അയാൾ അവളുടെ വായ് പൊത്തിക്കളഞ്ഞു. പതുക്കെ. കൈ അയച്ചു. ഈ ഒരു കാര്യം മാത്രം എന്നോട് പറയണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. അല്ല മോളെ, അതിപ്പോ. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ ഒച്ച കേട്ടു. ഒപ്പം റോഡിലൂടെ അടുത്തു വരുന്ന പ്രകാശഗോളങ്ങൾ. അയ്യോ, ഏട്ടൻ വരുന്നു. അവൾ അയാൾക്കരികിൽ നിന്ന് മാറി. നാളെ കോളേജ് പഠിക്കൽ വെച്ച് കാണാം. അയാളും പിന്നോക്കം മാറി. സുന്ദരി പെട്ടെന്ന് വീടിനുള്ളിൽ കടന്ന് വാതിലടച്ചു. ഈശ്വർ വന്ന് വിളിക്കുന്നതും ജാനകി എണീക്കുന്നതും ഒക്കെ അറിഞ്ഞിട്ടും അവൾ കണ്ണുകൾ പൂട്ടിക്കിടന്നു. നിനക്ക് ചോറ് വേണ്ടേ മോനെ? ജാനകി ചോദിക്കുന്നു. വേണ്ട, ഞാൻ തട്ടുദോശ കഴിച്ചു. സുന്ദരിയുടെ ഹൃദയം പിടയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഈശ്വർ ഓട്ടം പോയി. എണീറ്റപ്പോ മുതലേ വല്ലാത്ത തളർച്ചയായിരുന്നു സുന്ദരിക്ക്. എനിക്ക് എന്തു പറ്റിയടി? ജാനകി മകളെ ശ്രദ്ധിച്ചു. ഒന്നുമില്ലമ്മേ, തലവേദനയാ. അവൾ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും കടുങ്കാപ്പി കുടിച്ചതോടെ ഛർദിക്കാൻ തുടങ്ങി. ജാനകിയുടെ മനം പിടച്ചു. അവർ മകളെ പിന്നാമ്പുറത്തെ മറപ്പുരയ്ക്കരികിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ കേൾക്കാതിരിക്കാനാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സത്യം പറ, നിനക്ക് വയറ്റിലുണ്ടോ? സുന്ദരി മിണ്ടിയില്ല. അടിച്ച് കാരണം പോയിക്ക് ഞാൻ. സത്യം പറയടി. ഉടനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജാനകി തകർന്നുപോയി. തന്റെ സംശയം ശരിയാണ്. പരിസരം മറന്ന് അവർ മകളുടെ കരണത്തടിച്ചു. ആരാടി ഇതിന് ഉത്തരവാദി? അയാളെ നിന്നെ ചതിക്കുമോ? ഇല്ലമ്മേ. മകൾ അമ്മയുടെ കാൽക്കലിരുന്നു. അച്ഛനും ഏട്ടനും അറിയില്ല അമ്മേ. എങ്കി പറ, ആരാടി? എല്ലാം ഞാൻ പറയാം, വൈകിട്ട് കോളേജിൽ നിന്ന് വന്നിട്ട്. വേണ്ട, നീ ഇനി ഒരിടത്തും പോകണ്ട. പോണം, അദ്ദേഹം ഇന്നെന്നെ കാത്തു നിൽക്കും. എങ്കി ഞാൻ കൂടി വരാം. വേണ്ടമ്മേ. അവസാനം സുന്ദരി ഏറെ നിർബന്ധിച്ചപ്പോൾ അമ്മ അയഞ്ഞു. ഇങ്ങനൊരു മുന്നറിയിപ്പോടെ കാര്യങ്ങൾ ഇത്രത്തോളമായി. ഇന്ന് അവൻ ആരായാലും ഇവിടെ വരാൻ പറയണം. പറയാം. അങ്ങനെ സുന്ദരി കോളേജിലേക്ക് പോയി. ബസ് ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ അവൾക്കരികിൽ ഒരു അംബാസഡർ കാർ നിന്നു. പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ഇങ്ങോട്ട് കയറിക്കോ. പരിചിത ശബ്ദം. ഒന്നും ശ്രദ്ധിക്കാതെ അവൾ കാറിൽ കയറി. കാർ കുറെ ദൂരം പിന്നിട്ടു. നമ്മൾ എങ്ങോട്ടാ? അവൾ അടുത്തിരുന്ന മനുഷ്യനോട് തിരക്കി. 25ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവായിരുന്നു അത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. കാത്തിരിക്കുക തന്നെ. സുന്ദരിയുടെ ഉള്ളം കുളിർത്തു. എന്നാൽ അല്പദൂരം കൂടി പിന്നിട്ടപ്പോൾ രണ്ടുപേർ കൂടി കാറിന് കൈനീട്ടി. ഡ്രൈവർ ബ്രേക്ക് ഇട്ടു. ഒരാൾ പിന്നിൽ അവൾക്കരികിലും ഒരാൾ മുന്നിലും കയറി. കാർ നീങ്ങി. സുന്ദരിയുടെ നെറ്റി ചുളിഞ്ഞു. രണ്ട് പുരുഷന്മാരുടെ നടുവിലാണല്ലോ ഇപ്പോൾ അവൾ. അദ്ദേഹം എവിടെയാ? അവൾ ആദ്യം കാറിലുണ്ടായിരുന്ന മനുഷ്യനോട് തിരക്കി. കാണിച്ചു തരാമടി. പറഞ്ഞതും 4 പേരും 4 ഭാഗത്തെയും ഗ്ലാസുകൾ ഉയർത്തി. സുന്ദരിയുടെ നിലവിളിയേക്കാൾ ഉച്ചത്തിൽ കാറിൽ സ്റ്റീരിയോ സംഗീതം ഉയർന്നു. താൻ ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുവാൻ സുന്ദരിക്ക് ഒട്ടും സമയം വേണ്ടി വന്നില്ല. ഏയ്, കാർ നിർത്ത്, എനിക്ക് ഇറങ്ങണം. അവൾ ശബ്ദമുയർത്തി. പക്ഷെ അത് സ്റ്റീരിയോയുടെ മുഴക്കത്തിൽ അലിഞ്ഞു ചേർന്നതേ ഉള്ളൂ. കാറിലുണ്ടായിരുന്നവർ ക്രൂരമായി ചിരിച്ചു. അല്ലെങ്കിലും നിന്നെ കാറിലിരുത്താൻ പോകുമോന്നല്ല ഞങ്ങൾ. അദ്ദേഹത്തെ കാണണ്ടേ നിനക്ക്? വിവാഹം കഴിക്കാൻ രജിസ്റ്റർ കച്ചേരിയിൽ ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. അവളെ കാറിൽ വിളിച്ച് കയറ്റിയവൻ പറഞ്ഞു. സുന്ദരിക്ക് ആ വാക്കുകളിൽ തെല്ലും വിശ്വാസം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ കൈനീട്ടി ഡ്രൈവറുടെ കോളറിൽ പിടിച്ചു. തന്നോടല്ലടോ പറഞ്ഞത് കാർ നിർത്താൻ. അപ്പോഴേക്കും പിന്നിലിരുന്നവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. സുന്ദരി കിടുങ്ങി വിറച്ചു. പെട്ടുപോയിരിക്കുന്നു. അദ്ദേഹം പക്ഷെ തന്നെ ചതിക്കില്ലെന്ന് ഉറപ്പാണ്. ഇടയിൽ നിന്ന് ഇവർ ഒരുക്കിയ ഒരു പദ്ധതിയാണിതെന്ന് അവൾക്ക് തോന്നി. ഈശ്വര, എങ്ങനെയെങ്കിലും ഏട്ടൻ വിവരമൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. അവൾക്ക് അപ്പോൾ ആഗ്രഹിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ നേരത്ത് ഈശ്വർ വിവരം അറിഞ്ഞിരുന്നു. പട്ടണത്തിലെ ചന്തയിൽ ഒരു കടക്കാരന് വേണ്ടി ചരക്കെടുക്കാൻ വന്നതായിരുന്നു അവനും പാപ്പിയും. അപ്പോഴാണ് അതുവഴി വന്ന പരിചയക്കാരനായ ഒരു ഡ്രൈവർ വിളിച്ച് വിവരം പറഞ്ഞത്. ഈശ്വറെ, കോളേജിൽ പോയ തന്റെ പെങ്ങള് ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടല്ലോ. കാറിലോ? ഈശ്വരുടെ നെറ്റി ചുളിഞ്ഞു. ആ, അയാൾ കാറിന്റെ നമ്പർ പറഞ്ഞു. പരിചയമില്ലാത്ത കാറാണല്ലോ എന്ന് അവൻ ഓർത്തു. നീ അവളെ തന്നെയാണോ കണ്ടത്?
എന്നിട്ടും അവന് സംശയം. അതേന്നെ, എനിക്കെന്നാ സുന്ദരി അറിയില്ലേ? ഏത് ഭാഗത്തേക്കാ കാറ് പോയത്? അയാൾ അത് പറഞ്ഞു കൊടുത്തു. വാടാ പാപ്പി പറഞ്ഞതും അവൻ ജീപ്പിൽ കുതിച്ചു കയറി. പിന്നാലെ പാപ്പിയും. ചരക്കെടുക്കാൻ ജീപ്പ് വിളിച്ചു കൊണ്ടുവന്നയാൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ഈശ്വർ വെടിയുണ്ട പോലെ അത് മുന്നോട്ടെടുത്തു. നഗരത്തിലെ മാക്സിമം സ്പീഡിനെയും ട്രാഫിക് നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ആ യാത്ര. ഒരു പോലീസുകാരൻ വിസിൽ മുഴക്കിക്കൊണ്ട് പിന്നാലെ ഓടി. അവൻ ബ്രേക്ക് അമർത്തിയില്ല. പെറ്റി കേസ് എടുക്കുമായിരിക്കും, എടുക്കട്ടെ. പിന്നെയും ആക്സിലേറ്ററിൽ കാലമർന്നുകൊണ്ടിരുന്നു. ഈശ്വർ പാപ്പിയോട് അംബാസഡർ കാറിന്റെ നിറവും നമ്പറും പറഞ്ഞു കൊടുത്തു. ആ കാർ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കണം. ശരി ആശാനെ. എങ്ങോട്ടായിരിക്കും ആ കാർ പോയിരിക്കുക? ഈശ്വർ ചിന്തിച്ചു. അപ്പോഴും ഈശ്വർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതേ പാതയിൽ തന്നെയായിരുന്നു അംബാസഡർ കാർ. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടു. ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കുന്നു. ഛേ! ബ്രേക്ക് അമർത്തിക്കൊണ്ട് ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൈകൊണ്ടിടിച്ചു. മുന്നിൽ ഒരു സൂപ്പർ ഫാസ്റ്റും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചതായിരുന്നു. വാഹനങ്ങൾ മാറ്റുന്നത് വരെ അവിടെ കിടക്കുന്നത് ബുദ്ധിയല്ലെന്ന് അതിനുള്ളിൽ ഇരുന്നവർക്ക് അറിയാമായിരുന്നു. കാർ നിന്നപ്പോൾ സുന്ദരി പുറച്ചു ചാടാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. എന്നാൽ അവർ പിടിച്ചിരുന്നു. ഒപ്പം ഒരു താക്കീതും. കഴിവരുടെ മോളെ, കൂടുതൽ ഷോ കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഉടനെ പിന്നാലെ എത്തിയ ഒരു മാരുതിക്കാർ അംബാസഡറിനോട് ചേർന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ഒരു സ്ത്രീയാണ്. അംബാസഡറിനുള്ളിൽ ഇരുന്ന് ഉയർത്തിവെച്ച ഗ്ലാസ് വഴി ഏവരും ആ സ്ത്രീയെ നോക്കി. കടും ചുവപ്പ് നിറത്തിലുള്ള സാരിയും നെറ്റിയിൽ വലിയ കുങ്കുമപ്പൊട്ടും കത്തുന്ന കണ്ണുകളുമുള്ള സ്ത്രീ. വെള്ളി പോലെ നരച്ച തലമുടി. ഒരിക്കൽ തനിക്ക് മുന്നറിയിപ്പ് തന്ന സ്ത്രീയെയാണ് പെട്ടെന്ന് സുന്ദരി ഓർമ്മിച്ചത്. ഇത് അവർ തന്നെ, സംശയമില്ല. അന്ന് ഈ പൊട്ടും കണ്ണുകളും മാത്രമേ താൻ കണ്ടിരുന്നുള്ളൂ. പക്ഷേ തനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു അത്. സ്ത്രീയുടെ പിന്നാലെ കാറിൽ നിന്ന് രണ്ട് തടിയന്മാർ കൂടി ഇറങ്ങി വന്നു. അംബാസഡറിലേക്ക് കൈ ചൂണ്ടി അവൻ തടിയന്മാരോട് എന്തോ പറഞ്ഞു. അവരിൽ ഒരാൾ പെട്ടെന്ന് പിന്നിലെ ഡോറിന്റെ ഹാൻഡിൽ കൈവച്ചു. എന്നാൽ അത് ലോക്ക് ചെയ്തിരിക്കുന്നതാണെന്ന് അറിഞ്ഞതോടെ കൈ ചുരുട്ടി ഗ്ലാസിൽ ഒറ്റ ഇടിയായിരുന്നു. മുത്തുമണികൾ കണക്കെ ഗ്ലാസ് ചിതറിപ്പോയി. അയാൾ തന്നെ കൈ കടത്തി ഡോർ തുറന്നു. അതിനുള്ളിൽ ഇരുന്നവർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആദ്യം ഇരുന്നവനെ അയാൾ വലിച്ചു പുറത്തേക്ക് ഇറക്കുകയും ആ മുഖമടച്ച് ഒന്ന് കൊടുക്കുകയും ചെയ്തു. ഒരു വിലാപത്തോടെ ആ മനുഷ്യൻ കാറിലേക്ക് ചാരി. ആ ക്ഷണം അയാളുടെ മടക്കിയ കാൽമുട്ട് മേലേക്ക് ഉയർന്നു. അമ്മേ! ഇത്തവണ അലറാതിരിക്കാനായില്ല ആ ചെറുപ്പക്കാരന്. തന്റെ നാഭി പിളർന്നുപോയ വേദനയിൽ അയാൾ പുളഞ്ഞു. പെട്ടെന്ന് ഡ്രൈവർ ഉൾപ്പെടെ മറ്റുള്ളവർ ചാടിയിറങ്ങുകയും ഒറ്റയോട്ടവുമായിരുന്നു. തടിയന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ആദ്യത്തെ ആളും ഓടി. സുന്ദരി കാറിനുള്ളിൽ നിന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. തടിയൻ പിന്നോട്ട് മാറിയപ്പോൾ ആ സ്ത്രീ മുന്നോട്ടെടുത്തു. ഇറങ്ങി വാടി. ബ്ലേഡിന്റെ മൂർച്ചയുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. സുന്ദരി ഇറങ്ങി വന്നു. ആ സ്ത്രീ കൈ വീശി അവളുടെ കാരണത്തൊന്നു കൊടുത്തു. നിനക്ക് നേരത്തെ അറിയിപ്പ് തന്നിരുന്നില്ലടി ഞാൻ. ഈ രംഗം കണ്ടുകൊണ്ടാണ് ഈശോയുടെ ജീപ്പ് അവിടെ വന്നു നിന്നത്. ചാടി ഇറങ്ങി വന്ന അവനും ആ സ്ത്രീയെ കണ്ട് പകച്ചുപോയി. ഇതേ കാറിൽ വന്ന് ഒരിക്കൽ തന്നോട് സംസാരിച്ച സ്ത്രീ. ഒന്നും മനസ്സിലാകാതെ അവൻ ആ സ്ത്രീയെയും തന്റെ പെങ്ങളെയും മാറി മാറി നോക്കി. മിസ്റ്റർ ഈശ്വർ, തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് നിങ്ങളുടെ പെങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊരു രക്ഷപ്പെടലല്ല. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം ഒരുങ്ങിപ്പോയി ഇവൾ. ഈശ്വരന് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. കൊണ്ടുപോയവളെ. വീട്ടിൽ ചെന്നിട്ട് സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തല കുലുക്കാനേ ആയുള്ളൂ അവന്. അത്രമാത്രം ആജ്ഞാശക്തിയായിരുന്നു ആ സ്ത്രീക്ക്. റോഡിൽ നിന്നും മറ്റു വാഹനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ അവിടേക്ക് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ജീപ്പ് കയറടി, ഈശ്വർ സുന്ദരിയോട് പറഞ്ഞു. അവൾ അനുസരിച്ചു. തടിമാടന്മാരെ കണ്ട് പരുങ്ങി നിൽക്കുകയായിരുന്നു പാപ്പി. ജീപ്പിൽ കയറും മുമ്പ് ഈശ്വർ ആ സ്ത്രീയോട് തിരക്കി. ആരാണെന്ന് മനസ്സിലായില്ല. അവർ ചിരിച്ചു. മനസ്സിലാകില്ല? നിനക്കെന്നല്ല, ആർക്കും. ഞാൻ ആഗ്രഹിക്കാതെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. നിനക്കിപ്പോ പോകാം. അതൊരു കൽപ്പനയായിരുന്നു. ഈശ്വർ ജീപ്പിൽ കയറി. അത് തിരിച്ചു പാഞ്ഞു. തന്റെ പെങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്നും ആ സ്ത്രീ ആരാണെന്നും അറിയാനുള്ള ത്വരയായിരുന്നു അപ്പോൾ അവന്റെ മനം നിറയെ. പട്ടണത്തിലെത്തിയപ്പോൾ പാപ്പിയെ അവിടെ ഇറക്കി. നീ പലചരക്ക് കടയിൽ ചെന്ന് മുതലാളിക്ക് മറ്റൊരു ജീപ്പ് വിളിച്ചു കൊടുക്ക്. അവൻ തലകുലുക്കി. ഈശ്വർ ജീപ്പ് വീട്ടിലേക്ക് വിട്ടു. യാത്രക്കിടയിൽ അവൻ പെങ്ങളോട് ഒന്നും സംസാരിച്ചില്ല. മണ്ണംകുളഞ്ഞി ലക്ഷം വീട് കോളനിയിലെത്തി. ഈശ്വറും സുന്ദരിയും ജീപ്പിൽ നിന്നിറങ്ങുന്നത് ജാനകി കണ്ടു. അവരുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. കോളേജിൽ പോയ മകളുമായി മകൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ
കാര്യമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. നീ എന്താടി ഇങ്ങ് പോന്നത്? തിണ്ണയിൽ ഇരിക്കുകയായിരുന്ന ദാമോദരൻ തിരക്കി. അവൾ അച്ഛനെ ഒന്ന് നോക്കി. എങ്കിലും ഒന്നും പറയാതെ അകത്തേക്ക് ഓടിക്കളഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ജാനകി ധൃതിയിൽ അങ്ങോട്ട് വന്നു. എന്തുണ്ടായി മോനെ? അവനും മിണ്ടിയില്ല. ധൃതി കാട്ടാതെ ഉറച്ച കാലുകളോടെ സുന്ദരിയുടെ മുറിയിലേക്ക് നടന്നു. നടുക്കം വിട്ടുമാറാതെ ജാനകിയും പിന്നാലെ ചെന്നു. കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങിക്കരയുന്ന സുന്ദരിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഈശ്വർ ഉയർത്തി. അമ്മ തടസ്സം നിൽക്കാൻ ഭാവിച്ചു. പക്ഷെ ഒരു കൈകൊണ്ട് ഈശ്വർ അവരെ മാറ്റി. അമ്മ ഇതിൽ ഇടപെടരുത്. ജാനകി പകച്ചു. ഈശ്വർ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് തോന്നി. ഈശ്വർ സുന്ദരിയുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചു. പറയടി, എന്തിനാ നീ ആ കാറിൽ കയറിപ്പോയത്? എവിടേക്കാ പോയത്? ആരുടെ കൂടെയാ പോയത്? പച്ചമുള വെട്ടി ചീന്തും പോലെ നിലവിളിക്കുകയാണ് സുന്ദരി. പോർട്ടർ ദാമോദരനും മാതിരിക്കിലേക്ക് വന്നു. എന്തിനാടാ നീ അവളെ തല്ലിച്ചതയ്ക്കുന്നത്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ചോദിക്ക്, പുന്നാര മോളോട് തന്നെ ചോദിക്ക്. കോളേജിൽ പോവുകയാണെന്നും പറഞ്ഞ് അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈശ്വർ അവളുടെ തലമുടിയിൽ നിന്ന് പിടിവിട്ടു. വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ വെട്ടി അരിയും നിന്നെ ഞാൻ. ഉടനെ സുന്ദരി അവന്റെ കാൽക്കിലേക്ക് വീണു. കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവൻ കാലുകൾ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വിട്ടില്ല. മാപ്പ് തരണം ചേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈശോയുടെ ഹൃദയം പിളർന്ന് ഒരു കൊടുവാൾ പാഞ്ഞു. ഇത്രയൊക്കെ ആയെങ്കിലും തന്റെ പെങ്ങൾക്കൊന്നും സംഭവിച്ചിരിക്കരുതേ എന്നായിരുന്നു അവന്റെ മനസ്സിലെ പ്രാർത്ഥന. കൂടുതൽ ബഹളമുണ്ടാക്കി ഈ കോളനി മുഴുവൻ അറിയിക്കണ്ട. ദാമോദരന്റെ മുന്നറിയിപ്പ്. പറ, എല്ലാം പറ. പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ. പറയാതിരിക്കാനായില്ല സുന്ദരിക്ക്. താനൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണെന്നും അതിന്റെ ഉത്തരവാദി പറഞ്ഞിട്ടാണ് കാറിൽ പോയതെന്നും മറ്റും അവൾ സമ്മതിച്ചു. വാഴച്ചോട്ടിൽ നിന്ന് ഓടിപ്പോയൊരു മനുഷ്യന്റെ ഇരുണ്ട രൂപം ഈശ്വരുടെ മനസ്സിൽ തെളിഞ്ഞു. ആരടി അവൻ? ഇനി അവൻ നിന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഈശ്വരന്റെ കലി വർദ്ധിക്കുകയാണ്. അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു. ഇന്ന് രാവിലെ വരെ ആ വിശ്വാസം മനസ്സിലുണ്ടായിരുന്നെങ്കിലും രാവിലത്തെ സംഭവത്തോടെ പ്രതീക്ഷകളാകെ തകിടം മറിഞ്ഞിരിക്കുന്നു. ചതിയായിരുന്നുവെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ. പറയടി, ആരാ അവൻ? ഈശ്വർ പിന്നെയും ശബ്ദമുയർത്തി. അവൾ ദയനീയമായി അവനെ നോക്കി. ചുണ്ടിൽ നിന്ന് അക്ഷരങ്ങൾ അടർന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.